ഗൈസ്, അപ്പോൾ സിഗ്മ സീരീസിൻ്റെ തമിഴ് OTT പ്ലാറ്റ്ഫോമായ LD യൂണിവേഴ്സ് എന്ന OTT പ്ലാറ്റ്ഫോം ലോഞ്ചായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ലോഞ്ചായിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയോളമായി. ഇപ്പം മിനിയാന്നാണ് പുതിയൊരു വെബ് സീരീസ് ഈ LD യൂണിവേഴ്സ് എന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്തത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സിഗ്മ സീരീസ് വഴി മലയാളം വെബ് സീരീസുകളാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തമിഴ് ഡബ്ഡ് വേർഷൻ, അതായത് സീരീസുകളിലൊക്കെ തമിഴ് ഡബ്ഡ് വേർഷൻ അല്ലെങ്കിൽ തമിഴിൽ പുതിയ സീരീസുകളൊക്കെ റിലീസ് ചെയ്യുമ്പം LD യൂണിവേഴ്സ് എന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യും. അങ്ങനെ LD യൂണിവേഴ്സ് വഴി പുറത്ത് വന്ന ഒരു തമിഴ് വെബ് സീരീസ് ആയിരുന്നു ചാരിറ്റി. ആദ്യം തമിഴാണ് റിലീസ് ചെയ്തത്. അതിനുശേഷം മലയാളം വേർഷൻ സിഗ്മ സീരീസ് വഴി റിലീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ തമിഴ് മലയാളം വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് 2 OTT പ്ലാറ്റ്ഫോംസിലായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ചാരിറ്റി എന്ന വെബ് സീരീസിൻ്റെ ഫോർമലായിട്ട് റിവ്യൂയിലേക്ക് തന്നെ കടക്കാം. ആദ്യം തന്നെ വെബ് സീരീസിൻ്റെ ഡ്യൂറേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 26 മിനിറ്റും 4 സെക്കൻഡുമാണ് ഒരു വെബ് സീരീസിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എന്താ പറയുക, ഏകദേശം അരമണിക്കൂർ ദൈർഘ്യമുള്ളൊരു വെബ് സീരീസ്. അതായത് ഒരു ഓക്കെ ഫീൽ, അതായത് തീരെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുമില്ല, തീരെ കുറഞ്ഞിട്ടുമില്ല, എല്ലാം കറക്റ്റായിട്ട് ആ ഒരു സമയം കൊണ്ട് കാണിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാസാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ നായകനും നായികയും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം നമ്മുടെ നായികയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതോടുകൂടി നായകൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ കല്യാണത്തിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം നമ്മുടെ നായകന് ആകെ ഉള്ളത്, അതായത് നായകൻ്റെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ആകെ ഉള്ളത് നായകൻ്റെ ഭാര്യ, അതുപോലെ തന്നെ നായകൻ്റെ ഭാര്യയുടെ അമ്മ, ഇവർ 3 പേരുമാണ് നായകൻ്റെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നായകൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താ പറയുക, നമ്മുടെ നായകൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുവാണ്. ലിവർ സിറോസിസ് അങ്ങനെ തന്നെയാണ് അസുഖം വരുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മുടെ നായകൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ MDയോട് ചോദിക്കുവാണ്. അപ്പോൾ MD പറയുവാണ് ചുമ്മാ തരാനൊന്നും പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പ്രോപ്പർട്ടീസോ കാര്യങ്ങളൊക്കെ ഈട് വെക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ തരാം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ MD പറയുവാണ് നാളെ സൺഡേ ഞാൻ ഫ്രീ ആണ്, അപ്പം ഭാര്യനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരും വിരുന്നിന് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ വിരുന്നിന് വന്നതിന് ശേഷം നമ്മുടെ നായകനെ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് എന്താ പറയുക ഒരു കടയിലേക്ക് പറഞ്ഞു വിടുവാണ് MD. അതിനുശേഷം MDയും നമ്മുടെ നായകൻ്റെ ഭാര്യയും തമ്മിലുള്ള കലാപരിപാടികളാണ് വെബ് സീരീസിൻ്റെ പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളത് സീരീസ് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സീരീസ് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ വെബ് സീരീസിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ശ്രീമോയ് മുഖർജിയാണ് ഈ വെബ് സീരീസിൽ ആക്ട്രസ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു സീരീസ് റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ്. അതിൽ 1-2 പേര് കമൻറ്റ് ചെയ്തായിരുന്നു ശ്രീമോയ് മുഖർജിയാണ് വെബ് സീരീസിൽ ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഈയിടെ ബൂമെക്സിലും 1-2 സീരീസുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ആക്ട്രസ്. പിന്നെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ബിങ് ഒന്നാമത്തെ കാര്യം തന്നെ എടുത്തു പറയേണ്ടതാണ്. ഡബ്ബിങ് ഒന്നാമതായിട്ട് തന്നെ എടുത്തു പറയേണ്ടതാണ്. അതായത് പ്രോപ്പറായിട്ട് ലിപ്സിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഡയലോഗ്സ് ഒക്കെ ആഡ് ചെയ്താണ് ഡബ്ബിങ് ചെയ്തിരിക്കുന്നത്. കൊള്ളാമായിരുന്നു. ഓരോ സിറ്റുവേഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കണക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഡയലോഗ്സ് വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു വെബ് സീരീസിന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ഓഫീസ്, പിന്നെ ഒരു വീടിനകം, പിന്നെ റൂം, അങ്ങനെയൊക്കെയാണ്. ഇൻഡോർ ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ കൂടി നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി കൊള്ളാമായിരുന്നു. ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒക്കെ നോക്കിക്കൊണ്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തേക്കും പ്രത്യേകിച്ച് കുറ്റോ കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ കാണിച്ചു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. കുറച്ച് വൈഡായിട്ടൊക്കെ വെച്ചാണ് സംഭവങ്ങൾ കാണിച്ചു പോയിരിക്കുന്നത്. അത് കുറച്ച് സൂമായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ക്ലോസപ്പിൽ ആ ഒരു ഷോട്ട്സൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയേനെ. പിന്നെ മാക്സിമം അൺകട്ടൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കുറച്ചുകൂടെ ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് ഒരു പ്രോപ്പർ അൺകട്ട് സീരീസ് ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയെന്നുള്ളത് ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ സിഗ്മ സീരീസിൻ്റെ ഇതിനു മുമ്പ് റിലീസായ വെബ് സീരീസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയായിരിക്കും ചാരിറ്റി. അപ്പോൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.